നമസ്കാരം. പൂവിന് കോപം വന്നാൽ അത് മുള്ളായി മാറുമോ തങ്കമണി എന്ന് ശ്രീകുമാരൻ തമ്പി എഴുതിയത് ചട്ടമ്പി കല്യാണിക്ക് വേണ്ടിയാണ്. മാനിന് കോപം വന്നു എന്ന് കരുതി അത് പുലിയാവുകയുമില്ല. ഇല്ലാത്ത കൊമ്പൻ മീശ പിരിച്ചു കാട്ടി രാഷ്ട്രീയത്തിൽ നേതാക്കളായും മന്ത്രിമാരായും വിലസുന്ന കോമളാങ്കിമാർക്കും തമ്പിസാറിൻ്റെ ഈ പാട്ട് ചേരും. കടക്കൂ പുറത്തെന്ന് പറയാനുള്ള ഒരു ലെവലിലൊന്നും എത്താത്തത് കൊണ്ട് മാത്രമാണ് മാധ്യമപ്രവർത്തകരെ ആട്ടിവിട്ട ശേഷം കോപിച്ച് മന്ത്രി ആർ ബിന്ദു സ്വയം ഒഴിഞ്ഞുപോയത്. ഒരു കോപത്തിന് കിണറ്റിൽ ചാടിയാൽ 5 കോപത്തിന് കരയ്ക്ക് കയറാൻ കഴിയില്ലെന്ന് നിഗളിപ്പുകാരായ മന്ത്രിമാരും നേതാക്കളും നല്ലതുപോലെ ഓർത്തുകൊള്ളണം. കീം കേസിൽ സർക്കാരിനുണ്ടായ തിരിച്ചടിയെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് മന്ത്രി പറഞ്ഞത്, നിങ്ങളോട് പറയേണ്ട ബാധ്യത എനിക്കില്ല എന്ന്. കോടതി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വലിയ കോടതിയൊന്നും ആകണ്ട, നിങ്ങൾ കുറേ CIDമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മന്ത്രി ബിന്ദു കോപിഷ്ഠയായി നടന്ന് ഒരു പോക്ക്. മാധ്യമങ്ങൾ ചോദിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളോട് പറയാൻ ബാധ്യതയില്ല എന്ന് മന്ത്രി പറയുമ്പോൾ പിന്നെ ആരോട് പറയാനാണ് നിങ്ങൾക്ക് ബാധ്യതയുള്ളത്? വിജയരാഘവനോട് പറഞ്ഞാൽ മതിയോ? നാട്ടുകാരുടെ പിരിവ് മേടിച്ചുണ്ടാക്കിയ AKG സെൻറ്ററിൽ പോയി പറഞ്ഞാൽ മതിയോ? ജനങ്ങളുടെ കാശ് കൊണ്ട് കാറിൽ കയറിയും കണ്ണാടി വെച്ചും മന്ത്രിമന്ദിരത്തിൽ പുറത്തും നാട് ഭരിക്കുന്നവർ പറയേണ്ടതൊക്കെ പറഞ്ഞേ മതിയാകൂ. വിപത്തുകൾ തീർത്തു ഭവാൻ ഭരിക്കവേ എന്ന മട്ടിൽ പിണറായി ഭരണത്തിൽ ഞങ്ങൾ നിങ്ങളെയൊക്കെ അങ്ങ് കനപ്പിച്ചു എന്ന ഭാവത്തിലാണ് ഈ മന്ത്രിമാരുടെയൊക്കെ മട്ടും മാതിരിയും നടപ്പും. മന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചത് ആയിരക്കണക്കിന് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവരുടെ രക്ഷകർത്താക്കൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. മന്ത്രിയുടെ കാനാട്ടുകരയിലെ കുടുംബശ്രീയുടെ അത്തച്ചിട്ടിയിലെ കണക്കല്ല നാട്ടുകാർക്ക് അറിയേണ്ടത്. മന്ത്രിയുടെ കോപം വാർത്തയായതോടെ സാരി മാറിയെടുത്ത് ഇന്ന് മന്ത്രി വളരെ ശാന്തഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കീമിൽ സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, തെറ്റുപറ്റിയത് മുഴുവൻ ജനങ്ങൾക്കാണല്ലോ. വല്ലവരും സൃഷ്ടിച്ച് വളർത്തി വലുതാക്കുന്ന പിള്ളേരെ വെച്ച് ഗിനിപ്പന്നുകളെപ്പോലെ പരീക്ഷണം നടത്തുന്നതിൽ എന്താണ് തെറ്റ്? എല്ലാ കുറവും അടുത്ത വർഷം പരിഹരിക്കുമെന്നാണ് മന്ത്രി ബിന്ദു പറയുന്നത്. അല്ലെങ്കിൽ തന്നെ അടുത്ത വർഷം ജനങ്ങൾ തങ്ങൾക്ക് പറ്റിയ വലിയ ഒരു തെറ്റ് തിരുത്താതിരിക്കില്ല. 3ാം പിണറായി പിന്നെയും വന്ന് ഉഴുതിമറിച്ച് വിളവിറക്കുമെന്നും ഞങ്ങൾ തെറ്റെല്ലാം തിരുത്തി പിന്നെയും വരുമെന്നുമാണ് മന്ത്രി കരുതുന്നത്. പിണറായി മന്ത്രിസഭയിൽ 3 വനിതാ മന്ത്രിമാരാണുള്ളത്. ഇതിൽ മന്ത്രി കൊച്ചമ്മ ചമഞ്ഞ് ജനങ്ങളെ പുച്ഛിക്കാനും പൊങ്ങച്ചം കാണിക്കാനും യാതൊരു ഉളുപ്പുമില്ലാത്ത 2 മന്ത്രിമാരാണുള്ളത്, ബിന്ദുവും വീണയും. ഞങ്ങൾ കമ്മ്യൂണിസത്തിൻ്റെ ആറ്റുമണമേൽ ഉണ്ണിയാർച്ചയും മികവിൽ മികച്ചേരി വീട്ടിൽ തുമ്പോലാർച്ചയുമാണെന്നാണ് ഇവരുടെ ഭാവം. കഴകത്തില്ലായ്മയ്ക്ക് എത്ര ഹൈമാർക്ക് ഇവർക്ക് 2നും കൊടുത്താലും കുഴപ്പമില്ല. CPI മന്ത്രിയായ പാവൻ ചിഞ്ചുറാണിക്ക് പാലിൻ്റെ വില എങ്ങനെയും കൂട്ടണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരി അങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ല. നവകേരള സദസ്സിന് പോയതിൻ്റെ ഉറക്കക്ഷീണം ഇതുവരെ മാറിയിട്ടുമില്ല. ഈ ബിന്ദുവിനും വീണയ്ക്കും ഒരു ചിന്തയുണ്ട്. ആരെ എന്തൊക്കെ പറഞ്ഞാലും പുച്ഛിച്ചാലും എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും തങ്ങളെ കവചം പോലെ കാക്കാൻ പിണറായി ഉണ്ടെന്ന ചിന്ത. അവർക്കറിയാം കമ്മികൾ എത്ര ചോര വാർന്നു കിടന്നാലും ചത്തുകിടന്ന് ന്യായീകരിച്ചു കൊള്ളുമെന്ന്. ബിന്ദുവിനും വീണയ്ക്കും ഒരു ചിന്തയുണ്ട്. ആരെ എന്തൊക്കെ പറഞ്ഞാലും പുച്ഛിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും കവചം പോലെ കാക്കാൻ എൻ്റെ പിണറായി ഉണ്ടെന്ന ചിന്ത. അവർക്കറിയാം കമ്മികൾ എത്ര ചോര വാർന്നാലും തങ്ങളെ ചത്തുകിടന്ന് ന്യായീകരിച്ചു കൊള്ളുമെന്ന്. കീം മാർക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതി ശുപാർശയെല്ലാം മറികടന്നു. ഒരു തട്ടിക്കൂട്ട് ഫോർമുല ഉണ്ടാക്കി. ലാഘവ ബുദ്ധിയോടെ അതിനെ സമീപിച്ചു. അടിമുടി പൊളിച്ചടുക്കി, സകലതും കുളമാക്കി. എന്നിട്ടും ഈ മന്ത്രിയും സർക്കാരും നാട്ടുകാരെ കൊഞ്ഞനം കുത്തുകയാണ്. കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കിയാണ് പോലും സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തത്. വർത്തമാനമില്ലാത്ത ഭൂതങ്ങൾക്ക് എന്തോന്ന് ഭാവി? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഭാവി ശോഭനമാണല്ലോ. ഒരു മണൽത്തരി പോലും കൊള്ളാതെ, ജലപീരങ്കിയിലെ ഒരു തുള്ളി വെള്ളം പോലും വീഴാതെ, ഒരു മുദ്രാവാക്യം പോലും വെളുപ്പിക്കാതെ, വെയിൽ കൊള്ളിക്കാതെ എങ്ങനെ മക്കളെ വളർത്തണമെന്നും വലിയ പദവികളിൽ എത്തിക്കണമെന്നും CPMൻ്റെ നേതാക്കൾക്കും മന്ത്രിമാർക്കും നല്ലതുപോലെ അറിയാം. ഭാരതാംബ സിംഹത്തിൻ്റെ മണ്ടയിൽ കയറി കൊടി പിടിച്ചു വന്നില്ലായിരുന്നെങ്കിൽ പിള്ളേരെ ഇറക്കി എന്ത് സമരം ചെയ്യിച്ചേനെ ഈ സർക്കാർ. അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം സമൂഹത്തിൻ്റെ കണ്ണും കാതും അകറ്റാൻ പിള്ളേരെ വലിച്ചിറക്കിയാൽ മതിയെന്ന് ഇവർക്കറിയാം. ഒരിടത്ത് ഇടിഞ്ഞു വീഴൽ, മറ്റൊരിടത്ത് പൊളിച്ചെടുക്കൽ. പിണറായി വിജയനെ പുകഴ്ത്താൻ നല്ല വാക്കുകൊണ്ട് നാമം ജപിച്ചവരെല്ലാം നാശകോടാലിയായി മാറി.
ബിന്ദു ലോകത്തെങ്ങുമില്ലാത്തൊരു വിശേഷണം നൽകിയാണ് കാരണഭൂതൻ്റെ സ്നേഹത്തിന് പാത്രീഭൂതയായത്. ജൈവ ബുദ്ധിജീവി. വീണയ്ക്ക് ക്യാപ്റ്റൻ, വാസവന് ദൈവത്തിൻ്റെ വരദാനം. വിശേഷണങ്ങളിട്ട് വിജയനെ വാനോളം ഉയർത്തിയ എല്ലാ മന്ത്രിമാരും വീണ് കിടന്നിപ്പോൾ ഉരുളുകയാണ്. സാക്ഷാൽ സൂര്യനെന്ന് വിശേഷിപ്പിച്ച ഗോവിന്ദൻ കരിഞ്ഞ അപ്പം പോലെയായി. അന്തം കാരണവരായി നിന്ന് എസഫയ്യെ മുതൽ വീണ തായ്ക്കണ്ടിയെ വരെ ന്യായീകരിച്ച ബ്യാലൻ മ്യൂസിയത്തിലായി. പിണറായിയെ കാർന്നവരാക്കിയ ബേബി കാറിക്കൊണ്ട് തെക്കുവടക്ക് നടക്കുന്നു. വിപ്ലവത്തിൻ്റെ വാലല്ലാത്തതെല്ലാം വാരത്തിലായി.